പടയോട്ടം തുടരുകയാണ്. ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്നാണ്. 5 ഘട്ടത്തിലായി വോട്ടെടുപ്പ് നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടങ്ങളിലെ പ്രത്യേകതകൾ, ആ മേഖലകളിലെ പ്രാധാന്യം ഒക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. അതിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു പോവുകയാണ്. 4-5 ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്ന മേഖലകളിലെ പ്രാധാന്യം. രാജേന്ദ്രൻ, ഈ ആദ്യം 3 ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് BJP തോൽക്കാൻ പോകുന്നു എന്നൊരു വിലയിരുത്തൽ BJP നേതാക്കൾക്കിടയിൽ പോലും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 4-5 ഘട്ടങ്ങൾ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് 4ാം ഘട്ടത്തിൻ്റെ പ്രാധാന്യം 55 സീറ്റുകളുണ്ട്. മാത്രമല്ല ഇവിടെ വെച്ച് ഈ മേഖലയിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ 40 റാലികളാണ് അവിടെ ആസൂത്രണം ചെയ്തിരുന്നത്. അത് വെട്ടിക്കുറയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇനി ഈ മോഡിയിൽ പ്രാദേശിക നേതാക്കളെ കൂടി മോഡിയെ മാത്രമായിട്ട് ഈ ബീഹാറി വേഴ്സസ് ബാഹറി, അതായത് പുറത്തു നിന്നുള്ള അമിത്ഷായും നരേന്ദ്രമോദിയും ഇവിടെ വന്ന് നമ്മുടെ ബീഹാറിനെ ഭരിക്കാൻ ഞങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള തീവ്രമായൊരു പ്രചാരണം ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും എല്ലാം ശക്തമാക്കിയ ഘട്ടത്തിലാണ് നരേന്ദ്രമോദി വീണ്ടും അവിടെ പ്രസംഗിക്കാൻ വരുന്നു. ഈ മണ്ഡലത്തിൻ്റെ ഒരു ഹൃദയമെന്ന് പറയാവുന്ന 4ാം ഘട്ടം നടക്കുന്ന അവിടെ ഏറ്റവും മുകളിലുള്ള ആ ഭാഗം, ആ മേഖലയുടെ ഹൃദയം എന്ന് പറയുന്നത് മുസഫർപൂറാണ്. അവിടെ വെച്ചാണ് നരേന്ദ്രമോദി ഈ ബീഫുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന, അതായത് ഈ ബീഫ് ഹിന്ദുക്കളിൽ ചിലരും ബീഫ് കഴിക്കാറുണ്ട് എന്ന ലാലുവിൻ്റെ പ്രസ്താവന യാദവ കുലത്തെ അവഹേളിക്കുന്നതാണ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഊർജിതമായ രീതിയിലുള്ള ബീഫ് രാഷ്ട്രീയം BJPയുടെ ഭാഗത്തു നിന്നും പയറ്റിയ ഒരു മേഖലയാണ് 4ാം ഘട്ടം. ആ മേഖല ലാലു പ്രസാദ് യാദവിൻ്റെ പഴയ തട്ടകമാണ്. JDU പിന്നീട് അവിടെ ശക്തമായെങ്കിൽ പോലും ലാലുവിനെയാണ്, കാരണം യാദവർ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ലാലുവിൻ്റെ മാജിക്ക് എത്ര കണ്ട് വിജയിക്കുന്നതായിരിക്കും അവിടെ മഹാസഖ്യത്തിന് നിർണായകമാവുക. നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിക്ക് ഈ രീതിയിൽ ഒരു വിമിഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തെ പരമാവധി ഈ ഹിന്ദുത്വ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കുറേയേറെ റാലികളും മറ്റും സംഘടിപ്പിക്കാനുള്ളൊരു തന്ത്രമാണ് അവിടെ BJP പയറ്റിയിരുന്നത്. 55 സീറ്റുകൾ അവിടുത്തേത് വളരെ നിർണായകമായിരിക്കും. ഇനി 5ാം ഘട്ടം സീമാഞ്ചൽ 57, അതായത് അവിടെ ഏറ്റവും വലിയ മേഖലയാണ്. ആ മേഖലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ന്യൂനപക്ഷ സാന്നിധ്യമുള്ള മേഖലയാണ്. ഏതാണ്ട് 30%. പല മണ്ഡലങ്ങളിലും തന്നെ 25-നും 30-നും ഇടയിൽ മുസ്ലിം പോപ്പുലേഷനുണ്ട്. എന്നാൽ അവിടുത്തെ ഈ മഹാസഖ്യത്തിന് ഏറ്റവും അധികം ഭീഷണിയാവാൻ സാധ്യതയുള്ള ഒന്ന്, അവിടുത്തെ 6 മണ്ഡലങ്ങളിൽ ഈ അസൂദുദ്ദീൻ ഒവൈസി എന്ന ഹൈദരാബാദിൽ നിന്നും ആദ്യം മുംബൈയിൽ വലിയ സാന്നിധ്യം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ AIMIM എന്ന പാർട്ടി. ഇപ്പോഴത്തെ ഉത്തർപ്രദേശിലെ അസംഗഡിൽ നടന്ന അവിടുത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യം ഉണ്ടാക്കി. അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ ഒരു മുസ്ലിം പാർട്ടിയായി കരുതപ്പെടുന്ന നേതാവാണ്. അദ്ദേഹം അവിടെ പോയി അവിടെ റാലികളെല്ലാം വലിയ രീതിയിലുള്ള മുസ്ലിം സാന്നിധ്യം ഉണ്ടായതായാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ എല്ലാം പറയുന്നത്. ആ മേഖല എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ ഈ ലാലു പ്രസാദ് യാദവിനെ തിരിഞ്ഞു നോക്കേണ്ട അത്ര സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഒരു മേഖലയായിരുന്നു അത്. മധുബനി, അതുപോലെ ദർഭംഗ, കിഷൻഗഞ്ചിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ളൊരു ജില്ലയാണ്, ഒരു മണ്ഡലമാണ്. കേന്ദ്രമന്ത്രി BJPയുടെ മുസ്ലിം മുഖമായ ഷാനവാസ് ഹുസൈൻ്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണ്. പക്ഷേ കിഷൻഗഞ്ചിൽ ഷാനവാസ് ഹുസൈൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. അവിടെ നിന്നും ലഭിക്കുന്ന സീറ്റുകളായിരിക്കും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ വിധി നിശ്ചയിക്കുന്നതിൽ ഏറ്റവും നിർണായകമാണ്. രാജേന്ദ്രൻ, നമുക്ക് ഈ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഇതാണ് ബീഹാർ. ഇപ്പോൾ നമ്മൾ ബീഹാറിനെ വളരെ വിശദമായും സമഗ്രമായും സർവ്വതല സ്പർശിയായും തൊട്ടറിഞ്ഞിരിക്കുന്നു. ഇതിലപ്പുറം ബീഹാറിൽ ഒന്നുമില്ല എന്ന് പറയാവുന്ന വിധം സമഗ്രമായാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പരിപാടിയുമായി, വോട്ടെണ്ണൽ ദിവസത്തിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വോട്ടെണ്ണലിൻ്റെ പ്രാഥമിക നടപടികളെങ്കിലും അവിടെ ആരംഭിച്ചിട്ടുണ്ടാവണം. അവിടെ നിന്ന് ബീഹാറിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് പുതിയ വാർത്തകൾ ഉണ്ടായിരിക്കാം. അത് നമുക്ക് നൽകുന്നതിന് വേണ്ടി ഇപ്പോഴും സന്തോഷ് നമ്മളോടൊപ്പമുണ്ട്. സന്തോഷ്, എങ്ങനെയാണ് ബീഹാറിൻ്റെ വോട്ടെണ്ണൽ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ, സൂചനകൾ എന്തൊക്കെയാണ്? വോട്ടെണ്ണുന്നതിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറുകളിൽ നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബീഹാർ ഇന്ത്യയോട് ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ? സന്തോഷ്.
MBC 8 മണിയോടുകൂടി വോട്ടെണ്ണലിലേക്ക് കടക്കും എന്നാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഒരു പ്ലാനിംഗ് തന്നെ ബീഹാർ ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ അനൗൺസ് ചെയ്തു. 8 മണിയോടുകൂടി പോസ്റ്റൽ വോട്ടിലേക്ക് കടക്കും. അതിനുശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടിംഗ് എണ്ണി തുടങ്ങും. ഇത് ആദ്യമായാണ് മുഴുവൻ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ വോട്ടിംഗ് പൂർത്തിയാക്കാൻ കഴിയും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു. 11 മണിയോടുകൂടി, സ്വാഭാവികം കേരളത്തിലുള്ളതുപോലെ 11 മണിയോടുകൂടി തന്നെ 243 മണ്ഡലങ്ങളുടെയും ഫലം പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അറിയിച്ചിരിക്കുന്നത്. പാർട്ടികളുടെ കാര്യത്തിലാകട്ടെ ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിന്റെ പട്നയിലെ വസതിയിലുണ്ട്. നിതീഷും വസതിയിൽ തന്നെയാണ്. അറിയിക്കുന്നത് പ്രകാരം ഇരുവരും പാർട്ടി ഓഫീസുകളിലേക്ക് രാവിലെ തന്നെ പോകില്ല. വസതിയിൽ ഇരുന്ന് ഈ വോട്ടിങ്ങിന്റെ ഫലം കാണും. ചാനലുകൾ, ടിവികൾ വഴിയും പ്രവർത്തകർ വഴിയും അതിന്റെ ഓരോ ഘട്ടവും അറിയുക. അതിനുശേഷം പിന്നീട് പാർട്ടി ഓഫീസിലേക്ക്, പട്നയിൽ തന്നെയുള്ള പാർട്ടി ഓഫീസുകളിലേക്ക് പോയി വിജയം ആഘോഷിക്കാൻ തരത്തിലാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ലാലു പ്രസാദ് യാദവ് ഇന്ന് രാവിലെ ഇതുവരെ മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് ചില ദേശീയ ചാനലുകളൊക്കെ പറഞ്ഞത് ലാലു പ്രസാദ് യാദവ് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു എന്നാണ്. എന്തായാലും വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം പൂർത്തിയായ ശേഷം ലാലു തന്നെ പറഞ്ഞു 190 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന്. പക്ഷേ നിതീഷ് കുമാർ ഇതുവരെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും എത്ര സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ആദ്യഘട്ടം മുതൽ 5 ഘട്ടം വരെ നോക്കുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലും പട്നയിൽ 3ാം ഘട്ടം ഒഴിച്ച് ബാക്കി എല്ലാ ഘട്ടങ്ങളിലും പട്നയിൽ നിതീഷ് വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്, തന്റെ വിജയ പ്രതീക്ഷ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഈ 5 ഘട്ടം പൂർത്തിയായതിനു ശേഷം ഇതുവരെ നിതീഷ് എന്ന് പറഞ്ഞാൽ ലാലുവാണ് ഇത് പ്രതികരിച്ചിരിക്കുന്നത്. 190 സീറ്റ് വരെ ലഭിക്കുമെന്ന്. ബി ജെ പി നേതാക്കളെല്ലാം, പ്രത്യേകിച്ച് സുശീൽ കുമാർ മോദി അടക്കമുള്ളവർ BJP ആസ്ഥാനത്ത് അല്പസമയത്തിനെത്തും. പട്നയിലെ ആസ്ഥാനത്ത്. അവിടെ നിന്ന് ഇതുവരെ അവരും പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ എന്തായാലും കോൺഗ്രസിന്റെ ആസ്ഥാനത്ത്, അവിടെ പട്നയിലെ ആസ്ഥാനത്ത് ഒന്നും ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നതായാലും വളരെ ആകാംക്ഷയോടുകൂടി കാണുന്നു. കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ അങ്ങനെയുള്ള ഒരു നിർണായക ഫലങ്ങളാണ് പുറത്തുവിട്ടത്. ഇരു കൂട്ടർക്കും, ചിലർ BJPക്കും NDA അലയൻസിനും മുൻതൂക്കം നൽകുമ്പോൾ മറ്റുള്ളവർ മഹാസഖ്യത്തിന് മുൻതൂക്കം നൽകിയതുകൊണ്ട് തന്നെ ഒരു ആശങ്ക ഇരു പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കുമുണ്ട്. പക്ഷെ പ്രതീക്ഷ ആരും കൈവിടുന്നില്ല, നിർണായകത്തോടെ കാത്തിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 1.5 വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. ഈ 40 ലോക്സഭാ സീറ്റുകളിൽ 29 NDA അലയൻസിന് നേടാൻ കഴിഞ്ഞു. എന്ന് മാത്രമല്ല 33% വോട്ട് നേടാനും കഴിഞ്ഞു. അതേസമയം JDUവിനും RJDക്കും ഒക്കെ 6 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. JDUവിന് വെറും 2 സീറ്റ് മാത്രം, ലാലുവിന് 4 സീറ്റും 16% ഒതുങ്ങേണ്ടി വന്നു. പക്ഷെ അതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ പ്രചരണങ്ങളിലൊക്കെ അതിലേറെ മാറ്റങ്ങൾ വരുത്താൻ. വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്ന സമയത്ത് തന്നെ അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് 243-ൽ 190 സീറ്റുകൾ വരെ ലഭിക്കുമെന്നായിരുന്നു. അതായത് വൻ വിജയമാണ് അദ്ദേഹത്തിന്റെ. അതേസമയം നിതീഷ് കുമാർ മനസ്സ് തുറന്നിട്ടില്ല ഇതിനു ശേഷം, ഈ ഘട്ടത്തിൽ തുറന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു എക്സിറ്റ് പോളുകൾ നൽകാവുന്ന ഒരു ഘട്ടമാണ് തോന്നുന്നു. ആകെ തീർച്ചയായും പ്രേക്ഷകർക്ക് മുമ്പിൽ, നമുക്ക് എല്ലാവർക്കും മുമ്പിൽ അവസാനം വന്നിട്ടുള്ളത് ബീഹാറിലെ വോട്ടെണ്ണൽ നടക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളും വിശകലന വിദഗ്ധരും നടത്തിയ പഠനങ്ങളുടെ ഫലം പുറത്തു വന്നിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ, അത് അതിനാടകീയമായ ഫലങ്ങളാണ് വന്നിരിക്കുന്നത്. രാജേന്ദ്രൻ വിശദീകരിക്കുക. ഈ ആകെ 8 എക്സിറ്റ് പോളുകൾ മുഖ്യമായും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 5 എക്സിറ്റ് പോളുകൾ മഹാസഖ്യത്തിന് ഭൂരിപക്ഷം അല്ലെങ്കിൽ ആധിപത്യം ലഭിക്കുമെന്ന് പറയുന്നു. 3 പാർട്ടി, നിതീഷിന്റെ പാർട്ടി, കോൺഗ്രസ് കൂടി ചേർന്ന മഹാസഖ്യം. ബീഹാർ ഇപ്പോൾ വിജയിക്കുമെന്ന് പൊതുവെ മാധ്യമങ്ങൾ വിലയിരുത്തുന്ന ഒരു സഖ്യം. അപ്പുറത്ത് NDA BJP ആണ് പ്രധാന കക്ഷി. അതുപോലെ രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി, ഇയാളുടെ നിതിൻ റാം മാഞ്ചിയുടെ HAM, പിന്നെ അതുപോലെ RLSP, ഉപേന്ദ്ര കുഷ്വാഹയുടെ RLSP. ഇങ്ങനെ തന്നെ പറയാം, സത്യത്തിൽ ഒരു ചതുഷ്കോണ മത്സരമാണ് സാങ്കേതികമായി നടക്കുന്നത് ബീഹാറിൽ എന്ന് പറയാം. പിന്നെയും 2 ചേരികൾ കൂടി, 2 ചേരികൾ. സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിൽ 7 പാർട്ടികൾ ചേർന്ന ഒരു സഖ്യമുണ്ട്. അതിനെ തേർഡ് ഫ്രണ്ട് എന്ന രീതിയിൽ അവിടെ അവർ വിളിപ്പിക്കുന്നു. ഇതുകൂടാതെ CPI, CPIM, CPIML എന്നീ
6 ഇടതുപക്ഷ പാർട്ടികൾ ചേർന്നുള്ള മറ്റൊരു ചേരിയും അവിടെ മത്സരിക്കുന്നുണ്ട്. എങ്കിലും പ്രധാനമായി മത്സരം മഹാസഖ്യവും NDAയും തമ്മിലാണ്. നമ്മൾ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ന്യൂസ് നേഷൻ പ്രവചിക്കുന്നത് മഹാസഖ്യത്തിന് ഒരു ആധിപത്യം 122 സീറ്റ്, 117, മറ്റുള്ളവർക്ക് 4. മറ്റുള്ളവർ വളരെ നിർണായകമായിരിക്കും. കാരണം ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവചനങ്ങൾ വന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ മറ്റുള്ളവരായിരിക്കാം നിർണായക ശക്തികളാവുക. അതുപോലെ NDTV NDAക്കാണ് മേൽക്കൈ പ്രവചിക്കുന്നത്. മഹാസഖ്യത്തിന് 110, NDAക്ക് 125, മറ്റുള്ളവർക്ക് 8 സീറ്റുകൾ. സി വോട്ടറിൻ്റെ സർവേ ഇങ്ങനെയാണ്: മഹാസഖ്യം 112 മുതൽ 132 വരെ, NDA 101 മുതൽ 121 വരെ, മറ്റുള്ളവർ 6 മുതൽ 14 വരെ. ഇനി ന്യൂസെക്സ് മഹാസഖ്യം 130 മുതൽ 140 വരെ, NDA 90 മുതൽ 100 വരെ, മറ്റുള്ളവർ 12 മുതൽ 23 വരെ. ഇനി മറ്റ് എക്സിറ്റ് പോൾ പ്രചരണങ്ങളിലേക്ക് പോവാം. ടൈംസ് നൗ മഹാസഖ്യം 122, NDA 111, മറ്റുള്ളവർ 10. ആനന്ദ് ബസാർ പത്രിക മഹാസഖ്യം 130, NDA 108, മറ്റുള്ളവർ 5. ഇന്ത്യ ടുഡേ മഹാസഖ്യം 111 മുതൽ 123 വരെ, NDA 113 മുതൽ 127, NDAക്ക് ചെറിയൊരു എഡ്ജ് ഇവർ നൽകുന്നുണ്ട്, മറ്റുള്ളവർ 4 മുതൽ 8 വരെ. ഇനി ടുഡേ ചാണക്യ, അതാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ NDAക്ക് നൽകുന്നത്. NDAക്ക് 155, മഹാസഖ്യത്തിന് 83, മറ്റുള്ളവർക്ക് 5. അപ്പോൾ ആകെയുള്ള 8 എണ്ണത്തിൽ 5 എണ്ണം മഹാസഖ്യത്തിന് മേൽക്കൈ നൽകുന്നു, 3 സർവേകൾ NDAക്ക് മേൽക്കൈ നൽകുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോഴും തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ മൊത്തത്തിൽ ക്രോഡീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സഖ്യം ജയിക്കുമെന്ന് ഉറപ്പു പറയാൻ പറ്റില്ല. ഇപ്പോൾ ദില്ലി ഇലക്ഷൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. എല്ലാ സർവേകളും ആം ആദ്മി പാർട്ടി, അതിൻ്റെ ഒരു ഭൂരിപക്ഷത്തെ പറ്റി മാത്രമാണ് ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നത്. പിന്നീട് സംഭവിച്ചപ്പോൾ വ്യത്യാസം വന്നതും പോളുകളിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്: ഈ മറ്റുള്ളവർ പിടിക്കുന്ന സീറ്റുകൾ വോട്ടുകൾ നിർണായകമായിരിക്കും. കാരണം ഇത് മൊത്തം നൽകുന്നൊരു സൂചന ഇപ്പോൾ രാജേന്ദ്രൻ സംസാരിച്ചതാണ് ബീഹാറിലെ അവസാനത്തെ സ്ഥിതി. അവസാനം നടന്ന കണക്കെടുപ്പുകളെല്ലാം പല തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം കൂടുതൽ പേരും മഹാസഖ്യം വിജയിക്കും എന്ന് പറയുമ്പോൾ മറിച്ച് NDA വിജയിക്കും എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷം സർവേകളുമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദേശീയ നിരീക്ഷകർ ചർച്ച ചെയ്യുന്നത് NDAക്ക് വൻ വിജയം ഉണ്ടാകുമെന്ന് പ്രവചിച്ച ഏക സർവേ ചാണക്യയുടെ സർവേയാണ്. എന്തായാലും വ്യത്യസ്തമായ സർവേ ഫലങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ബീഹാറിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, ബീഹാറിൽ നിന്ന് എന്താണ് വിധിയായി, ജനവിധിയായി അന്തിമമായി പുറത്തു വരിക എന്നത് ഈ നിമിഷവും പ്രവചനാതീതമായി നിലകൊള്ളുന്നു. ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയായിരിക്കും വോട്ടെണ്ണൽ വേളകൾ പിന്തുടരുക എന്നതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ദേശീയ രാഷ്ട്രീയമാകെ ഇന്ത്യയുടെ മുഴുവൻ കണ്ണുകളും, രാഷ്ട്രീയ ഭാരതത്തിൻ്റെ മുഴുവൻ കണ്ണുകളും ഇന്ന് പാറ്റ്നയിലായിരിക്കും എന്ന് പറയാവുന്ന തരത്തിൽ നാടകീയമായ ഒരു വോട്ടെണ്ണലാണ് അവിടെ നടക്കുക എന്നും നമുക്ക് പറയാം. ബീഹാറിൻ്റെ ചരിത്രം എന്നത് തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ മറ്റൊരു സമാന്തരമായി നിൽക്കുന്നതാണ്. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിച്ച പല ചലനങ്ങളുടെയും പല വ്യതിയാനങ്ങളുടെയും പ്രഭവ കേന്ദ്രം ബീഹാർ ആയിരുന്നു. അത് ജയപ്രകാശ് പ്രസ്ഥാനം മുതൽ തന്നെ അങ്ങനെ ആയിരുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബീഹാറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോയി വന്നാൽ എന്താണ് രാജേന്ദ്ര പറയാൻ കഴിയുക? ബീഹാറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും ആദ്യഘട്ടം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, കോൺഗ്രസിൻ്റെ ഒരു എതിരാളികളില്ലാത്തൊരു തേരോട്ടമായിരുന്നു, വലിയൊരു തേരോട്ടമായിരുന്നു. അതിനുശേഷം 90കളോട് കൂടിയാണ്, 80കളുടെ അവസാനത്തോടു കൂടിയാണ് വലിയ മാറ്റമുണ്ടായത്. അങ്ങനെയാണ് ലാലു പ്രസാദ് യാദവ് എന്ന നേതാവ് ഉയർന്നു വന്നത്. ഈ ലാലു പ്രസാദ് അതിനു മുമ്പ് ജയപ്രകാശ് നാരായണന്റെ പ്രസ്ഥാനത്തിന്റെ സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ പ്രഭവ കേന്ദ്രവും ബീഹാറായിരുന്നു. ആ പ്രസ്ഥാനത്തിന്റെ, ആ JP മൂവ്മെന്റിന്റെ ഒരു ഉൽപ്പന്നം പോലുമായിരുന്നു നമ്മുടെ ലാലു പ്രസാദ് യാദവിനെ പോലുള്ള സോഷ്യലിസ്റ്റ് ടേൺഡ് പിന്നീട് ജനതാ നേതാക്കളായി. ലാലു പ്രസാദ് യാദവ് മാത്രമല്ല, ഇപ്പോൾ രാംവിലാസ് പാസ്വാൻ ഇപ്പോൾ BJPയുടെ ഒപ്പമാണ്. ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി ശ്രദ്ധേയനായ രാംവിലാസ് പാസ്വാൻ ഒക്കെ. അതുപോലെ ജിതിൻ റാം മാഞ്ചി ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന അവിടുത്തെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പലരും തന്നെ ആ JP മൂവ്മെന്റിലൂടെ മുന്നോട്ട് വന്നവരാണ്. എന്നാൽ ഇങ്ങനെ അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായിട്ടുള്ള ഒന്നായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം. മാറി മാറി ഓരോ ചേരികൾക്കൊപ്പം നിലകൊണ്ട ഒരു ജനത. പക്ഷെ രാഷ്ട്രീയമായി ഒരു സെൻസിറ്റിവിറ്റി
കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനത. അങ്ങനെയാണ് ബീഹാറിലെ ജനങ്ങളെ വിലയിരുത്താവുന്നത്. ഈ 2010 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശേഷിപ്പിച്ചിരുന്നത്, അതായത് പ്രതിപക്ഷത്തിനെതിരായ ഒരു ജനവികാരം. അതായത് ഇത്രയും കാലം ഉണ്ടായിരുന്ന ലാലു പ്രസാദ് യാദവിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം തന്നെ ഭരണത്തിനെതിരെ, അവർ കണ്ട് ശീലിച്ച ഭരണത്തിനെതിരായ ഒരു ജനവിധി എന്ന രീതിയിൽ അന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. അന്ന് നിതീഷ് കുമാറിൻ്റെ JDU-വിന് 115 സീറ്റ്, BJP-യും JDU അലയൻസ് ആയിരുന്നു. BJP-ക്ക് 91 സീറ്റ്, RJD-ക്ക് 22 സീറ്റ്. RJD-യും LJP-യും രാംവിലാസ് പാസ്വാന്റെ LJP-യും സഖ്യമായാണ് മത്സരിച്ചിരുന്നത്. LJP-ക്ക് 3 സീറ്റുകൾ കിട്ടി. കോൺഗ്രസ് അന്ന് എല്ലാ സീറ്റുകളിലും മത്സരിച്ചു, 243 സീറ്റുകളിലും മത്സരിച്ചു. കാരണം കോൺഗ്രസിന് അർഹമായ പരിഗണന RJD നൽകിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. കോൺഗ്രസ് ആവട്ടെ ചരിത്രത്തിൽ ഏറ്റവും ദയനീയ പരാജയത്തിലേക്ക് കൂപ്പൂത്തി വെറും 4 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. മറ്റുള്ളവർക്ക് 8 സീറ്റുകൾ ലഭിച്ചു. ഇതാണ് 5 കൊല്ലം മുമ്പുള്ള ബീഹാർ. ഇതാണ് 5 കൊല്ലം മുമ്പുള്ള ബീഹാർ. നിതീഷ് കുമാറും ഒപ്പം തന്നെ മോദിയും BJP-യും കൂടി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരു മഹാവിജയം ബീഹാറിൽ നേടുകയും അതിൻ്റെ ഫലമായി കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തൊരു ബീഹാറാണ് 5 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് എന്ത് മാറ്റങ്ങളുണ്ട്? അത് വോട്ടിംഗ് പെർസെൻറ്റേജ് പരിശോധിച്ചാൽ നമുക്ക് ഈ മാറ്റം വ്യക്തമാകും. 2010 വോട്ടിംഗ് പെർസെൻറ്റേജ് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ ആ വോട്ടിംഗ് പെർസെൻറ്റേജ് ഇപ്പോൾ വരും. പരിശോധിച്ചാൽ നമുക്ക് കുറേ കൂടി ചിത്രം വ്യക്തമാവും. അവിടെ JDU-വും BJP-യും സഖ്യമായി മത്സരിച്ചപ്പോൾ ഇതാ JDU-വിന് 22.61%, BJP-ക്ക് 16%. അപ്പോഴും അവർക്ക് വലിയ വിജയം നേടിയപ്പോൾ ഒരു പകുതി മാർക്ക് പോലും പിന്നിടാൻ സാധിക്കുന്നില്ല. അതാണ് ബീഹാറിൻ്റെ ഒരു പ്രത്യേകത. RJD-ക്ക് 18.84, LJP-ക്ക് 6.75. രണ്ടുപേരും സഖ്യമായാണ് മത്സരിച്ചിരുന്നത്. കോൺഗ്രസ് 4 സീറ്റിലേക്ക് ചുരുങ്ങിയപ്പോഴേക്കും കോൺഗ്രസിന് 8.38% വോട്ട് അപ്പോഴും കിട്ടിയിരുന്നു. ഇതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ ഒരു മുന്നേറ്റമാണ് അവിടെ ഉണ്ടാക്കിയത്. BJP, LJP, RLSP എന്നിവർ സഖ്യമായാണ് അവിടെ മത്സരിച്ചിരുന്നത്. അതൊരു വലിയ കാരണം RLSP നേതാവായ ഉപേന്ദ്ര കുഷ്വാഹയ്ക്ക് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ നിർണായകമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് അതാണ് മോഡിയുടെ ഒരു ബീഹാറിനെ എങ്ങനെ പിടിക്കാമെന്നതിനെപ്പറ്റി നല്ലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയതിന് ശേഷമാണ് അവിടെ മത്സരിച്ചത്. LJP-ക്ക് അദ്ദേഹം 6 സീറ്റുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറായി. രാംവിലാസ് പാസ്വാൻ ആ മത്സരിച്ച് 6 സീറ്റുകളിലും ജയിച്ചു. പാസ്വാന്റെ മകൻ ഉൾപ്പെടെ 6 പേരന്ന് ജയിച്ചു. BJP 22 സീറ്റുകളിൽ BJP ജയിച്ചു. RLSP-ക്ക് 3 സീറ്റ്, RJD-ക്ക് 4 സീറ്റുകൾ മാത്രമാണ് അവിടെ ലഭിച്ചത്. JDU-വിൻ്റെ അന്നത്തെ ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. നിതീഷ് കുമാർ അന്നും അതിനുശേഷവും ഏറ്റവും ജനകീയനായൊരു മുഖ്യമന്ത്രിയാണ്. പക്ഷേ 2 സീറ്റുകളിലേക്ക് ചുരുങ്ങി. കോൺഗ്രസ് 2 സീറ്റുകളിൽ ചുരുങ്ങി. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് സത്യത്തിൽ പരസ്പരം പോരടിച്ച് നിന്നിരുന്ന നിതീഷ് കുമാറിനെയും ലാലു പ്രസാദ് യാദവിനെയും എല്ലാം തന്നെ യോജിപ്പിച്ചത്. അവർ വലിയ വിട്ടുവീഴ്ചയ്ക്ക് 2 കൂട്ടരും തയ്യാറായി. ഞങ്ങൾ 101 സീറ്റുകളെ മത്സരിക്കുന്നുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ മാത്രം കിട്ടിയ കോൺഗ്രസിന് അവർ 41 സീറ്റുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറായി. പേഴ്സൻറ്റേജ് പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്കിത് മനസ്സിലാവും. BJP വലിയ വിജയം നേടിയപ്പോൾ 29.86% വോട്ടുകളെ എവിടെയുള്ളൂ. ഈ RLSP 3% വോട്ട് കിട്ടി. LJP-ക്ക് 6.5% വോട്ട് ലഭിച്ചു. അപ്പോഴും ഇത് പകുതിയാവുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ ഈ സഖ്യങ്ങളെ നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം വിലയിരുത്താൻ. കോൺഗ്രസിനാവട്ടെ 8.56% വോട്ട്, JDU-വിന് 16.04%, RJD പ്രതിപക്ഷ നിരയിൽ ഈ JDU-വിനേക്കാൾ ശക്തി ഈ RJD-ക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 20.46% വോട്ട്. ഇതാണ് ഇവർക്ക് കിട്ടിയ വോട്ടുകൾ. ഇനി ഇപ്പം മത്സരിക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. പോകുന്നതിന് മുമ്പ് ബീഹാറിൻ്റെ ഇതിൻ്റെ ഒരു വ്യാഖ്യാനം നമുക്ക് കൂടുതൽ വിശദമായി തന്നെ കൊടുക്കാവുന്നതാണ്. ഒരു ചേരിക്കും തനിയെ ബീഹാറിനെ നയിക്കാനുള്ള ബലം ഉണ്ട് എന്ന് പറയാത്ത ഒരു ബീഹാർ ആണുള്ളത്. സത്യത്തിൽ വിവിധ കാലത്തെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ വിജയമാണ് ബീഹാറിൽ ഉണ്ടായിട്ടുള്ളത്. ആധുനിക ഇന്ത്യയിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായത് മോഡിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ. വിവിധ സംസ്ഥാനങ്ങളിൽ മോഡിക്ക് മുമ്പുള്ള BJP തന്നെ അത്തരത്തിലുള്ള ഒരു രീതി സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉത്തർപ്രദേശിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ അത്തരം തന്ത്രങ്ങളുടെ ഒരു വിജയമാണ് കഴിഞ്ഞ തവണ കണ്ടത്. അതിനെ മറികടക്കാനുള്ള സാമൂഹ്യ പിൻബലം
മറുചേരികൾക്ക് സത്യത്തിലുണ്ട്, രാഷ്ട്രീയ പൊട്ടൻഷ്യൽ അവർക്കുണ്ട്. അത് ഉപയോഗിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന തരത്തിലുള്ള തന്ത്രങ്ങളുടെയും മറുതന്ത്രങ്ങളുടെയും വിജയമാണ് ഇനിയും പരീക്ഷിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു വെക്കാവുന്നതാണ്, തീർച്ചയായും കൂട്ടിച്ചേർക്കാവുന്നത്. തീർച്ചയായിട്ടും ആ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും കോൺഗ്രസും എല്ലാം ഒരു വലിയ പാഠങ്ങൾ പഠിച്ചു. ആ പാഠം എന്താണെന്ന് അറിയണമെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ മഹാസഖ്യത്തിലെ കക്ഷികൾക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ മതി. RJDക്ക് 20.46%, JDUവിന് 16.4%, കോൺഗ്രസിന് 8.56%. ഇവർക്കെല്ലാം കൂടി ആകെ 45.04% വോട്ട് കിട്ടി, പകുതിക്ക് തൊട്ട് താഴെ. അതായത് ഈ 3 കക്ഷികൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിനെ തോൽപ്പിക്കാനാവുമെന്ന് അവർ ഓരോരുത്തരും തന്നെ അവരുടെ ആ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കുപരിയായി ചിന്തിക്കാൻ നിർബന്ധിതരായി. അതിൻ്റെ കാരണം BJPയുടെ ഒരു വളർച്ച തന്നെയാണ്. അത് അവർ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും നിർണായകം. ഇനി അപ്പുറത്ത് ഇതിൻ്റെ NDAയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് പരിശോധിച്ചാൽ നമുക്ക് വേറൊരു ചിത്രമാണ് കിട്ടുന്നത്. കണ്ടോ, അവർ വലിയൊരു തൂത്തുവാരൽ നടത്തിയപ്പോൾ അവർക്ക് ആ കിട്ടിയത് 39% വോട്ടുകളാണ്. ഈ ചേരിയെക്കാട്ടിലും സത്യത്തിൽ പിന്തുണ അടിത്തറ, ജനകീയ അടിത്തറ കുറവാണ് BJP ചേരിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇവർ RLSPക്ക് 3% വോട്ടാണ് കിട്ടിയത്. അവർക്ക് നല്ല സീറ്റുകൾ കൊടുക്കാൻ തയ്യാറായി. കാരണം എന്ത് വില കൊടുത്തും പിടിച്ചു നിർത്തിയേ തീരുന്ന തീരുമാനത്തിൽ ഒരു നിലപാടെടുത്തു രാംവിലാസ് പാസ്വാൻ. അദ്ദേഹത്തിന് 6.5% വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ കോമ്പിനേഷനിൽ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അത് എന്ത് വില കൊടുത്തായാലും ഇവർക്ക് BJPക്കകത്ത് തന്നെ ഒരു പരാതിയുണ്ട്, ഇവർക്കെല്ലാം അനർഹമായ രീതിയിൽ സീറ്റുകൾ കൊടുത്തു എന്ന്. പക്ഷേ നരേന്ദ്രമോദിയും അമിത്ഷായും ഇടപെട്ട് ഇവർക്കെല്ലാം തന്നെ കൂടുതൽ സീറ്റുകൾ നൽകി അത്തരത്തിലുള്ളൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് അവിടെ നടത്തിയത്. ഇതോടൊപ്പം തന്നെ ഇനി പരിശോധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വസ്തുത, നേരത്തെ നമുക്ക് അതിനു മുമ്പ് സന്തോഷിന് അടുത്ത് പോയി ഒന്ന് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് വരാം. സന്തോഷ്, പുതുതായി എന്തെങ്കിലും വിവരങ്ങൾ ബീഹാറിൽ നിന്നുണ്ടോ? നേതാക്കൾ അവരവരുടെ ആസ്ഥാനങ്ങളിൽ തന്നെ ശാന്തരായും സ്വസ്ഥരായും ഇരിക്കുന്നു, ഇതുവരെ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിക്കാൻ ഇനിയും 1.25 മണിക്കൂറോളം, 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങൂ. അതിനു മുമ്പ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ സന്തോഷ്? ചന്ദ്രശേഖരൻ, 39 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി നിശ്ചയിച്ചിരിക്കുന്നത്, 243 നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഈ 39 കേന്ദ്രങ്ങളിലും സുരക്ഷ ശക്തമായി പ്രാഥമികമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് ബീഹാർ ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. 8 മണിയോടുകൂടി വോട്ടെണ്ണും. അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഒരു കാര്യം കൂടി പറയുന്നു, 11 മണിയോടുകൂടി എല്ലാവരും കാത്തിരിക്കുന്ന ഫലം പുറത്തു വരും എന്നാണ് ബീഹാർ ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് ലാലു പ്രസാദ് യാദവ് വസതിയിൽ വെച്ച് ചില മാധ്യമങ്ങളെ കണ്ടു. പക്ഷേ അദ്ദേഹം വളരെയൊന്നും സംസാരിക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ വിജയിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞു. BJPയുടെ പട്നയിലെ ആസ്ഥാനത്ത് വലിയ ആളനക്കം ഇപ്പോഴുമില്ല. പക്ഷേ ഇവിടെ ഡൽഹിയിലെ ആസ്ഥാനത്ത് കൂടുതൽ നേതാക്കൾ എത്തുകയാണ്. അവർ ഇവിടെ ഡൽഹിയിൽ ഇരുന്ന് കേന്ദ്ര നേതാക്കൾ ഇത് നേരിട്ട് വീക്ഷിക്കും. അമിത്ഷാ ഇപ്പോൾ ഡൽഹിയിൽ തന്നെയാണുള്ളത്. അദ്ദേഹം വസതിയിൽ ഇരുന്ന കാര്യങ്ങൾ വീക്ഷിക്കും എന്നാണ് അറിയുന്നത്. അപ്പോൾ പട്നയിൽ നിന്ന് പ്രവർത്തകർ വിവരങ്ങൾ നേരിട്ട് അദ്ദേഹത്തെ ഫോണിലൂടെ അറിയിക്കുമെന്നും BJPയുടെ വക്താക്കൾ ചിലർ അല്പസമയം മുമ്പ് വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും അതേസമയം മഹാസഖ്യത്തിന്റെ പാർട്ടി ഓഫീസുകളിലൊക്കെ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്താനുള്ള ഒരുക്കത്തിലാണ്. പ്രത്യേകിച്ച് ദീപാവലി ആഘോഷം കൂടി നടക്കുന്നുണ്ട് വടക്കേ ഇന്ത്യയിൽ. അതിന്റെ ഭാഗമായുള്ള പടക്കങ്ങളൊക്കെ വാങ്ങിച്ച് ഇന്ന് തന്നെ ആഘോഷം തുടങ്ങാനുള്ള ഭാഗമൊക്കെ മഹാസഖ്യത്തിന്റെ പല പാർട്ടി ഓഫീസുകളും നടക്കുന്നുണ്ട് എന്നാണ് വിവരം. അതായത് വിജയം നേരത്തെ തന്നെ പ്രഖ്യാപിച്ച രീതിയിലാണ് മഹാസഖ്യം ഇപ്പോഴുള്ളത്. പക്ഷേ അപ്പോഴും നേതാക്കൾ ഒരു ആശങ്കയോടെ സന്തോഷ് നൽകിയ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ മനസ്സിൽ രേഖപ്പെടുത്തി വെക്കാം. 8 മണിയോടുകൂടി തന്നെ 35ഓളം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ ആരംഭിക്കുന്നു. 11 മണിയോടുകൂടി ദേശീയ രാഷ്ട്രീയം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബീഹാർ ജനതയുടെ തെരഞ്ഞെടുപ്പ് വിധി നമുക്ക് ലഭ്യമാകും. മഹാസഖ്യത്തിൻ്റെ കേന്ദ്രങ്ങൾ ആവേശത്തിലാണ്. അവരുടെ അണികൾ രാഷ്ട്രീയ വിജയം ആഘോഷിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഒപ്പം തന്നെ ലാലു പ്രസാദ് യാദവ് ഇന്ന് വളരെ മിതമായ വാക്കുകളിലാണ്
മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് ഞങ്ങൾ ജയിക്കും എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അതേസമയം NDA കേന്ദ്രങ്ങൾ ഇപ്പോഴും മനസ്സ് തുറന്നിട്ടില്ല. ഈ തന്ത്രങ്ങളുടെ മുഴുവൻ സൂത്രധാരനായി മാറിയിരിക്കുന്ന അമിത്ഷാ ദില്ലിയിൽ തന്നെ ഇരുന്ന് തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കും എന്നാണ് സന്തോഷ് പറയുന്നത്.